One coolie equal to 100 bhashas. ഭാഷ നീ കൈദി വിക്രം ലിയോ ഒക്കെ പണിയ ലോക്കി എണ്ണൻ അറിഞ്ഞു പണിയ ഒരു സിനിമയാണ്. അപ്പൊ പടത്തിലെ മെയിനായിട്ട് രാജശേഖര എണ്ണൻ കൂലിപ്പണി രാജൻ, അയാളെ മോള് പ്രീതി, പിന്നെ അയാൾക്കൊരു ഉറ്റ ചങ്ങാതിയുണ്ട്, അയാളെ പേര് ദേവ മാസ്റ്റർ കൂലി, പിന്നെ ഒരു അണ്ടർടേക്കർ, പിന്നെ സൈമൺ എന്ന് പറയുന്ന ഒരു ഡോൺ. ഇവരൊക്കെയാണ് സീരിയൽ അല്ല സിനിമയിലെ ക്യാരക്ടേഴ്സ്. പിന്നെ വേറൊരു റൈറ്റം ഉണ്ട്, അത് ലാസ്റ്റ്. അപ്പൊ ഈ രായൻ എന്ന് പറയുന്ന ആള് ഒരു സയന്റിസ്റ്റ് ആണ്. പുള്ളി ഒരു കസേര ഉണ്ടാക്കി. മെയിനത്തെ കസേര എന്ന് പറഞ്ഞാൽ പട്ടി പൂച്ച അങ്ങനെയുള്ളതിനെ കരിച്ച് കളയാനാണ്. എൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിക്കരുത്, ഈ പടത്തിലേ ഒരു ലോജിക്കില്ല. പുള്ളി ചെന്ന് ഗവൺമെൻറ് അടുത്ത് അപ്രൂവൽ ചോദിക്കും. അപ്പം പുള്ളി മൂഞ്ചും, സ്വാഭാവികം. പുള്ളിക്കാണെങ്കിൽ 3 പെൺമക്കളാണ്, പ്രാരാബ്ദം. ഇങ്ങനെ കഥ മുമ്പോട്ട് പോണ ടൈമിലാണ് നമ്മുടെ സൈമൺ അണ്ണന്റെ എൻട്രി. പുള്ളിയുടെ സഹായിയാണ് അണ്ടർടേക്കർ അല്ലെങ്കിൽ ദയാൽ. ഈ സൈമൺ അണ്ണൻ ഒരു ഡോൺ ആണല്ലോ, സോ കുറെ പേരെ കൊല്ലണ്ടേ, സ്വാഭാവികം. അങ്ങനെ കൊല്ലാൻ അറിയാം, പക്ഷെ ഈ ബോഡി എന്തോന്ന് ചെയ്യണമെന്ന് ആലോചിച്ച് പുള്ളി ഡിപ്രഷനിലാവും. ഒരു മരണം കൂടെ. അപ്പൊ പുള്ളിയുടെ മോൻ കസ്റ്റംസിൽ എന്തോ ആണ്. അപ്പൊ പുള്ളിയുടെ മോൻ നമ്മുടെ രായണ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പുള്ളിക്കൊരു കസേര ഉണ്ട്, അത് വെച്ച് നമുക്ക് ബോഡി കരിച്ച് കളഞ്ഞാലോ എന്നുള്ളൊരു വലിയ ഐഡിയ നമ്മുടെ സൈമൺ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഇത്രയും സ്വന്തമായിട്ട് പോർട്ടോ അതിൻ്റെ അടുത്ത് തന്നെ കടലും ഉണ്ടായിട്ട് അണ്ണൻ ഒരു ബോഡി കല്ലിൽ കെട്ടി കടലിൽ എറിഞ്ഞാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് ഇവിടെ ചിന്തിക്കാൻ, ഇവിടെ ലോജിക്കിന് പ്രസക്തി ഇല്ല. അണ്ണൻ ഒരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഭാരമാവുന്ന ഒരു കാര്യം അണ്ണൻ ചെയ്യാറില്ല. അങ്ങനെ നമ്മുടെ സൈമൺ അണ്ണൻ സ്വാഭാവികമായും രാജണ്ണനെ വിളിച്ചിട്ട് ആ ബോഡിയൊക്കെ കഴിക്കും. എന്നിട്ട് പൈസ കറക്റ്റായിട്ട് കൊടുക്കും. പ്രാരാബ്ദമാണ്, രായണ്ണൻ അടുത്ത് പോക്കറ്റ് ഇടും. പുള്ളിയും ഹാപ്പി, നമ്മുടെ ഡോണണ്ണനെ ഹാപ്പി. വീണ്ടും കഥ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ രായണ്ണൻ ചെറുതായിട്ടൊന്ന് ഡെഡാവും. നമ്മുടെ രായണ്ണൻ്റെ തിരോധനം അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ദേവണ്ണൻ നുഴഞ്ഞു കയറും. എവിടെ? സൈമണിന്റെ പോർട്ടിലോട്ട്. സ്പൈ ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ് തോന്നുന്നത്, പക്ഷെ കണ്ടിട്ട് അങ്ങനെയല്ല. സ്പൈ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ഫോണൊക്കെ ഇങ്ങനെ പൊക്കി കാണിച്ചാലും ബാക്ക്വേർ മൈൻഡ് ചെയ്തൊന്നുമില്ല, ലോജിക്കോട്ടല്ലോ. കയറാൻ എന്തെങ്കിലും കാരണം വേണമല്ലോ. സൈമൺ വീണ്ടും ആളുകളെ കൊന്നുകൊണ്ടിരിക്കും, ബോഡി വരും, അത് കരിക്കാനായിരുന്നു വേണ്ടി. അങ്ങനെ അണ്ണൻ കയറി ആ ജോബ് അങ്ങ് ഏറ്റെടുക്കും. അങ്ങനെ പുള്ളിയും പ്രീതിയും കൂടെ ആ ഡീലൊക്കെ അങ്ങ് സെറ്റാക്കി പൈസ വാങ്ങിച്ച് പോക്കറ്റ് ഇടും, ബോഡിയും കരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ സ്പൈ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. സൈമൺ ഒരു ഡോണാണെന്ന് പറഞ്ഞാലും ബോഡി കരിയിക്കൽ, കയ്യിൽ കുലി, അതൊക്കെ പക്കയാണ്. പിന്നെ ഇതുപോലെ കുറെ അപരാധങ്ങളും ലോജിക്കുകളും ഇതിൻ്റെ ഇടയിൽ എങ്ങനെ കടന്നു പോകും. പിന്നെ നമ്മളെ കൂലി അണ്ണൻ മാത്രമല്ല, വേറൊരു സ്പൈയും കൂടെ നമ്മുടെ സൈമൺ അണ്ണൻ്റെ പോർട്ടിലൊക്കെ ഉണ്ട്. ആ സ്പൈ വേറെ ആരുമല്ല, നമ്മൾ അണ്ടർടേക്കർ അണ്ണനാണ്. അത് ജസ്റ്റ് നമ്മളെ സൈമൺ അണ്ണൻ അറിയും, ചുറ്റിയെടുത്ത് ജസ്റ്റ് ഒന്ന് കൊട്ടും, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ മാസ്റ്റർ കൂലിയാണ് എന്നോട് പറയും, എല്ലാവരെയും കരീച്ചല്ലേ കളഞ്ഞത്, ഇവനെ മാത്രം കുഴിച്ചിടുക, അതും ജസ്റ്റ് പട്ടിയെ കുഴിക്കുന്ന അത്രയും ചെറിയ കുഴിയെടുത്ത് കുഴിച്ചിടുക, വലിയ കുഴി എടുക്കരുത്. നമ്മുടെ മാസ്റ്റർ കൂലി അണ്ണൻ പൈസ കിട്ടിയതാണല്ലോ, കറക്റ്റ് ആ ജോലി അങ്ങ് ചെയ്യും. അണ്ണൻ്റെ മാസ്റ്റർ കൂലിയാണേ. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ്. ഈ കുഴിച്ചിട്ട നമ്മുടെ അണ്ണൻ ജസ്റ്റ് ഒന്ന് എണിച്ചു വരും. എന്നിട്ട് ജസ്റ്റ് അണ്ണൻ ഒരു സെന്റിയെ കടിച്ച് കിടന്നങ്ങ് മൂങ്ങും. നമ്മളെ കൂലി അണ്ണൻ ഒരു ലോല മനസ്സിനുടമ ആയതുകൊണ്ട് തന്നെ അതും കേട്ട് പറയും, മോനെ ഞാൻ എൻ്റെ പ്രീതിയും കൂടെ വിടാം, മോൻ പോയി സുഖമായി ജീവിച്ചോ, ആയുഷ്മാൻ ഭവ എന്നും പറഞ്ഞ നമ്മളെ പ്രീതി ചേച്ചിയും കൂടെ അങ്ങ് പറഞ്ഞു വിടും. നമ്മുടെ പ്രീതി ചേച്ചി നമ്മുടെ അണ്ടർടേക്കർ അണ്ണനും സുഖമായി അങ്ങ് പോകും. കഥ വേറെ രീതിയിൽ പോകണം. അല്ല, ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ ചേച്ചിയല്ലേ? ലോജിക്ക് ആലോചിച്ചൂടല്ലോ, നടക്കുമായിരിക്കും. അങ്ങനെ നമ്മുടെ പ്രീതി ചേച്ചിയാണ് നമ്മുടെ അണ്ടർടേക്കർ അണ്ണനും കൂടെ സുഖമായി ഇങ്ങനെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ പറ്റിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മുടെ മാസ്റ്റർ കൂലി അണ്ണൻ ചെന്ന് നമ്മൾ ഡോണൻ്റെയൊക്കെ ചെറു ചില്ലടിക്കാനൊക്കെ പോകുമ്പം പുള്ളി പറയും, നമ്മുടെ രായണ്ണനെ കൊന്നത് നമ്മളെ അണ്ടർടേക്കർ ആണെന്ന്. അപ്പം കൂലി അണ്ണൻ ആരായി? അച്ഛനെ കൊന്നതിൻ്റെ കൂടെയാണ് മോളെ പറഞ്ഞു വിട്ടതെന്ന് കൂലി അണ്ണൻ അറിയും. പക്ഷെ പുള്ളി തളരത്തില്ല, അവിടെയും മാസ്. ராஜசேகர் சாகுறப்போ தயாளு காதுல ஏதோ சொன்னா என்ன சொன்னான்னு யாருக்காவது தெரியுமா? സത്യമായിട്ടും എനിക്കറിഞ്ഞൂടാ. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കും. നല്ല ലോജിക്കുള്ള കാര്യങ്ങളായതുകൊണ്ട് എല്ലാം പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരാൾ കൊല്ലാൻ വേണ്ടി ചെയ്യുമ്പോഴും നമുക്ക് തട്ടുകടയിൽ കയറി നല്ല ദോശയും ബുൾസയും ഒക്കെ അടിക്കാം. ഫുഡാണ് ഫസ്റ്റ്, ബാക്കിയൊക്കെ നെക്സ്റ്റ്, അത്രേ ഉള്ളൂ. ലാസ്റ്റ് നമ്മുടെ കൂലിയെന്ന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഡോൺ അണ്ണൻ്റെ അടുത്ത് വരും. നമ്മളെ ഡോൺ അണ്ണനാണെങ്കിൽ പടം തുടങ്ങിയപ്പോഴേ പറയണം, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ലേ ഇല്ലേന്ന്. നമ്മുടെ കൂലി മാസ്റ്റർ അണ്ണനൂടെ. അപ്പോൾ അത് അടുത്ത ട്വിസ്റ്റ്.
നമ്മുടെ മാസ്റ്റർ കൂലി അണ്ണൻ പണ്ട് എക്സ് കൂലി ആയിരുന്നല്ലോ. അപ്പം നമ്മുടെ ഡോൺ അണ്ണൻ്റെ അച്ഛനെ പുള്ളി ചെറുതായിട്ടൊന്ന് തട്ടിയായിരുന്നു. അച്ഛനെ കൊന്നവനെ ഓർമ്മിച്ച് വയ്ക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ, ലോജിക്ക് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളെ കൂലി അണ്ണൻ വന്നതുപോലെ നമ്മളെ ഡോൺ അണ്ണനെ അങ്ങ് തട്ടും. ചാവണതിന് മുമ്പ് ഡോൺ അണ്ണൻ ഒരു കാര്യം പറയും, ഒരുത്തൻ വരുമടാ റിവഞ്ച് ചോദിക്കാൻ ഒരുത്തൻ വരും. എന്നിട്ട് നമ്മുടെ ഡോൺ അണ്ണൻ പടമാവും. നമ്മളാ കൂലി അണ്ണൻ എന്നിട്ട് ഡോൺ അണ്ണനെ കൊന്നിട്ട് ആ പോർട്ടം കത്തിച്ചിട്ട് മാസ് ബീജിയം ഇട്ടങ്ങ് നടക്കും. കൂടെ നമ്മുടെ താരതകതിമി അണ്ണനും ഉണ്ട്. അപ്പോൾ കുറേ എണ്ണം വന്ന് നമ്മളെ കൂലി അണ്ണനെ തലയിൽ എന്തൊക്കെ ഇട്ടങ്ങ് പിടിച്ചോണ്ട് പോകും. എന്തിനാണെന്നും ചോദിക്കരുത്, പുള്ളി അങ്ങ് നിന്ന് കൊടുത്തു. അപ്പോഴത് അടുത്ത ട്വിസ്റ്റ്, നമ്മുടെ സയോണൻ പറഞ്ഞ റിവഞ്ച് എടുക്കാൻ വന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു ഐറ്റം, ആ ഐറ്റം ദാഹണ്ണൻ ബീഡി അണ്ണൻ. പുള്ളിയാണെങ്കിൽ പണ്ട് കൂലി എണ്ണം കാണിച്ച മാസമൊക്കെ കണ്ട് ഭയങ്കര ഫാനാണ്. അതുകൊണ്ട് നമ്മളെ കൂലി എണ്ണം അങ്ങ് തീർന്നില്ല, അല്ലെങ്കിൽ ഒറ്റ വെട്ടിന് ഇപ്പം തല 2 പീസായനെ. ചേട്ടാ സുഖം തന്നെയല്ലേ? സുഖം തന്നെ, സുഖം തന്നെ. പിന്നെ ഫാൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ ദാഹണ്ണൻ ഒരു ബീഡിയൊക്കെ വലിച്ച് എല്ലാവരും കൂടെ ഒന്ന് ചില്ല് മൂടിലങ്ങ് പോവും. പിന്നെ നമ്മൾ അണ്ടർടേക്കർ അണ്ണനെ പിടിച്ചൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നൊരു കുഴി കുത്തി അങ്ങ് മൂടും, പുള്ളി ഇനി എനിക്ക് വരില്ലല്ലോ. ഭൂമിയിൽ താഴെ വരെ കുഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ജസ്റ്റിസ് ഫോർ അവർ ഡോൺ അണ്ണൻ. ഓക്കെ ബൈ.